ദൈവനാമത്തിലെ അവർക്കും സ്നേഹവന്ദനം. കൊലോസ്യ ലേഖന പഠനത്തിലേക്ക് സ്വാഗതം. ഒരു വാക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ പഠനത്തിലേക്ക് പ്രവേശിക്കാം. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ നിങ്ങളുടെ ഹൃദയത്തെ മനസ്സിനെയും ക്രമീകരിച്ചുകൊണ്ടായിരിക്കും. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും താൻ മാത്രം അമർത്യതയുള്ളവനും ജീവനുള്ളവനും വിളിച്ചാൽ വിളി കേൾക്കുന്നവനും മനുഷ്യർക്കാർക്കും കണ്ടുകൂടാത്തവനും കാണാൻ കഴിയാത്തവനുമായി അത്യുന്നതമായ വിശുദ്ധിയുടെ പരിശുദ്ധിയുടെ പാരമ്യത്തിൽ കെരൂബുകളും സറാഫുകളും മാലാഖമാരും വിശുദ്ധ ദൂതഗണങ്ങളാൽ അനവരതം സ്തുതിക്കപ്പെട്ടും വന്ദിക്കപ്പെട്ടും ആരാധിക്കപ്പെട്ടും വാണുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ ഉടയവനും സകലത്തിൻ്റെയും കാരണഭൂതനും സകലത്തെയും തൻ്റെ ഹിതപ്രകാരം അരിഞ്ഞെടുത്തവനും സകലത്തെയും തൻ്റെ സ്വർഗീയ ജ്ഞാനത്താൽ നടത്തുന്നവനും ഈ ഭൂമുഖത്ത് അങ്ങ് സൃഷ്ടിച്ച ഭൂമുഖത്ത് മനുഷ്യനെ അങ്ങയുടെ ഛായയിലും സാദൃശ്യത്തിലും മെനഞ്ഞെടുക്കുകയും പാപത്തിൽ വീണുപോയ മാനവജനതയെ എന്നേക്കുമായി നശിപ്പിച്ചു കളയാതെ മനുഷ്യകുലത്തിൻ്റെ നടുവിൽ നിന്നൊരു ശേഷിപ്പ് അങ്ങയ്ക്ക് വേണ്ടി വേർതിരിക്കുവാൻ തിരഞ്ഞെടുക്കുവാൻ അങ്ങ് നിത്യതയിൽ വെച്ചെന്നെ രൂപകൽപ്പന ചെയ്ത രക്ഷാപദ്ധതിക്കായും കാലത്തിൻ്റെ പൂർണ്ണതയിൽ കർത്താവ് യേശുവിനെ ലോകത്തിലേക്ക് നൽകി തന്നുകൊണ്ട് ആ പദ്ധതിയുടെ നിവർത്തീകരണം സംഭവിപ്പിച്ച അങ്ങയുടെ സ്നേഹത്തിനും ജ്ഞാനത്തിനുമായിട്ട് നന്ദി. അപ്രകാരമുള്ള അങ്ങയുടെ ദിവ്യമായ പദ്ധതിയുടെ ഭാഗമായി ഇന്ന് ഞങ്ങൾക്കും അങ്ങയുടെ മക്കളായി തീരുവാൻ നിത്യത എന്ന അവകാശത്തിലേക്കുള്ള യാത്രയിൽ പ്രവേശിപ്പാൻ ഞങ്ങൾക്ക് നീട്ടിത്തന്നിരിക്കുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ ജീവിതം അങ്ങയുടെ വചനമെന്ന വെളിച്ചത്തിലൂടെ പ്രകാശത്തിലൂടെ നയിച്ചുകൊണ്ട് നിത്യത എന്ന ലക്ഷ്യത്തിലേക്ക്, ഈ ലോകത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള പ്രശംസയ്ക്കും നേട്ടത്തിനും വേണ്ടിയല്ല, നിത്യമായ അനുഗ്രഹത്തിലേക്ക് ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ മുന്നേറുവാൻ അങ്ങയുടെ വചനത്തെ ഞങ്ങൾ നിരന്തരം ധ്യാനിക്കുന്നവരാകുവാൻ, ദിവസം തോറും അങ്ങയുടെ വചനത്തെ കേട്ട് പ്രമാണിക്കുന്നവരാകുവാൻ ദൈവം ഞങ്ങളെ എന്നും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനത്തോടുള്ള താല്പര്യം ഞങ്ങളിൽ അധികമായി ഉണ്ടാകുവാൻ ഇടവരുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് സായാഹ്നത്തിൽ പലയിടത്തായിരുന്നു ഈ ബൈബിൾ വചന പഠന ക്ലാസ്സിലേക്ക് പ്രവേശിച്ചിട്ടുള്ള കടന്നു വന്നിട്ടുള്ള എല്ലാവരെയും അവരായിരിക്കുന്ന ഇടങ്ങളിൽ ആയിരിക്കുന്ന അവസ്ഥയോടുകൂടി തന്നെ ഞങ്ങളുടെ മുമ്പാകെ ഏൽപ്പിക്കുകയാണ്. ശാരീരികമായ മാനസികമായ വൈകല്യങ്ങളും വേദനകളും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ഒറ്റപ്പെടലുകളും മറ്റു പലവിധമായ ആവശ്യമുഖത്തായിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ എല്ലാവരെയും അങ്ങ് സഹായിക്കണം, സന്ദർശിക്കണം. അങ്ങയുടെ വചനം അയച്ചവരെ വിടുവിക്കണം. അങ്ങയുടെ വചനത്താൽ അവർക്ക് എല്ലാ വിഷയങ്ങളിലും അങ്ങ് കർത്താവെ പരിഹാരവും വിടുതലും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കളുടെ ജീവിതത്തിൽ ഇടപെടുന്നത് തിരുവചനത്തിലൂടെയാണെന്ന് അങ്ങ് വെളിപ്പെടുത്തി. ആയതിനാൽ അങ്ങയുടെ വചനത്തെ ഞങ്ങൾ സ്വീകരിക്കേണ്ടതുപോലെ സ്വീകരിക്കുവാനും കേൾക്കേണ്ടതുപോലെ കേൾക്കുവാനും കൈക്കൊള്ളേണ്ടതുപോലെ കൈക്കൊള്ളുവാനും കഴിയേണ്ടതിൽ അങ്ങയുടെ സ്വർഗീയമായ ജ്ഞാനം ഞങ്ങളുടെ മേലുണ്ടാകണം. എല്ലാ വിഷയം ഏൽപ്പിക്കുകയാണ്. ഇന്നത്തെ ദിവസം അങ്ങയുടെ നാമത്തിന് മഹത്വമുണ്ടാകുവാൻ ഇടവരുന്ന വിധത്തിൽ എല്ലാ കാര്യങ്ങളും പങ്കെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്ന് മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ വീണ്ടും വരാമെന്ന് വാക്ക് പറഞ്ഞ ലോകരക്ഷകനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ അപേക്ഷിക്കുന്ന പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ. കൊലോസ്യ ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൽ തന്നെയാണ് നാം നിൽക്കുന്നത്. വളരെ ഗഹനവും സമ്പന്നവുമായൊരു ലേഖനമാണ് എന്ന് ഇതിനകം തന്നെ നാം പറയുകയുണ്ടായി. പൗലോസ് അപ്പോസ്തലൻ കൊലോസ്യയിലുള്ള വിശ്വാസികളുടെ വിഷയങ്ങൾ അറിഞ്ഞപ്പോൾ അവർക്ക് വേണ്ടി താൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങളാണ് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിനകം തന്നെ 2 കാര്യങ്ങൾ പൗലോസ് കൊലോസ്യയിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ട് നാം അറിഞ്ഞു, നാം പഠിച്ചു. ഒന്ന്, പൗലോസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് അവർ ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം. ദൈവത്തിൻ്റെ ഇഷ്ടം എന്തെന്ന് അറിയാൻ കഴിയുന്നൊരു ജീവിതം അവർക്കുണ്ടാകണം. എൻ്റെ ഇഷ്ടം, നിങ്ങളുടെ ഇഷ്ടം, നമ്മുടെ ഇഷ്ടം, അങ്ങനെയുള്ള പലതരത്തിലുള്ള ഇഷ്ടങ്ങൾ നിറഞ്ഞ ഈ ലോകത്തിൽ ദൈവമക്കളെ സംബന്ധിച്ച് അവരെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഞാൻ ചെയ്യുന്ന വിഷയത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്, ഇന്നത്തെ ദിവസം ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്, എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്, ഇത് അറിയാൻ ആഗ്രഹിക്കണം. മറ്റേതെല്ലാം വിഷയങ്ങളുടെ അറിവ് നമുക്കുണ്ടായാലും ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറയണം എന്നാണ് പൗലോസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. രണ്ടാമത് പൗലോസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച വിഷയം സകല സ്വർഗീയമായ അല്ലെങ്കിൽ ആത്മീകമായ സകല ജ്ഞാനം, ലോകപ്രകാരമുള്ള ജ്ഞാനമല്ല, ഏതെങ്കിലും വിഷയത്തെക്കുറിച്ചുള്ള വിവരണങ്ങളല്ല, ഏതെങ്കിലും ലോകപ്രകാരമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവല്ല. അതാണ് ലോകത്തിലെ മനുഷ്യർ നേടാൻ ഓടുന്നത്. പൗലോസ് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ആത്മീകമായ സകല ജ്ഞാനവും വിവേകവും ഇവർ പ്രാപിക്കണം. അതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് നമ്മൾ കണ്ടു. ജ്ഞാനവും വിവേകവും അത് പരിജ്ഞാനത്തിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നതാണ്. ആ പരിജ്ഞാനം ദൈവവചനത്തിൻ്റെ പരിജ്ഞാനമാണ്.
ദൈവവചനം തള്ളിക്കളഞ്ഞുകൊണ്ട് മറ്റേത് വിദ്യാഭ്യാസ മേഖലയിലുള്ള ഏത് കാര്യങ്ങളുടെ പുറകെ പോയാലും ഈ പറയുന്ന ജ്ഞാനവും വിവേകവും നമുക്ക് ഒരിക്കലും ലഭിക്കില്ല. ദൈവിക വെളിപാടുകളിലൂടെയാണ് ദൈവികമായ അറിവ് പ്രാപിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ആത്മീകമായി ജ്ഞാനം നമുക്ക് ലഭിക്കേണ്ടതിന് പല വഴികൾ നമ്മൾ കാണുകയുണ്ടായി. പ്രാർത്ഥന ആവശ്യമാണ്, അത് ദൈവവചന വായന ആവശ്യമാണ്. ഇതെല്ലാം നമ്മുടെ ജീവിതം മനുഷ്യൻ്റെ അധ്വാന ഫലമായി കിട്ടുന്നതല്ല ഈ ജ്ഞാനം, ഈ വിവേകം. അതിനെക്കുറിച്ചൊക്കെ വിശദമായി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. ഇന്ന് മൂന്നാമത്തെ വിഷയത്തിലേക്ക് വരാം. എന്താണ് പൗലോസ് അവർക്ക് വേണ്ടി ആവശ്യപ്പെടുന്ന, പ്രാർത്ഥിക്കുന്ന, നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാര്യം എന്താണ്? നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത് ഈ ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ചാണ്. ദൈവമേ, അവർക്ക് വർഷങ്ങളെ അവർക്ക് വീടില്ല, അവർക്കൊരു വീടുണ്ടാക്കി കൊടുക്കണമേ, അവരുടെ അപ്പന് സുഖമില്ല, അമ്മയ്ക്ക് സുഖമില്ല, മക്കൾക്ക് സുഖമില്ല, അവരുടെ അസുഖങ്ങൾ മാറ്റിക്കൊടുക്കണമേ, അവർക്ക് നല്ലൊരു ജോലിയില്ല, അവർക്ക് ജോലി കൊടുക്കണമേ. നമ്മുടെ എല്ലാം പ്രാർത്ഥന ഈ ലോകത്തിലെ മണ്ണിനോട് ബന്ധപ്പെട്ട, ശരീരത്തോട് ബന്ധപ്പെട്ട, ജഡത്തിൻ്റെ കാര്യങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള പ്രാർത്ഥനാ വിഷയങ്ങളാണ്. അത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല. അത് പ്രാർത്ഥിക്കരുതെന്നല്ല, പക്ഷെ മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം. മുമ്പേ ആത്മീകമായ ദൈവികമായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ചുള്ള ഊന്നലുണ്ടായിരിക്കണം. ഇതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിൻ്റെ മാതൃകകളാണ് പൗലോസിൻ്റെ ഓരോ പ്രാർത്ഥനകൾ. ഇവിടെ പൗലോസ് മൂന്നാമതായിട്ട് പ്രാർത്ഥിക്കുന്നത് അവർ കർത്താവിന് യോഗ്യമാവണ്ണം നടക്കണം. അവർക്ക് അവരുടെ ഇഷ്ടത്തിനല്ല, മറ്റുള്ളവരുടെ കൈയടിക്ക് വേണ്ടിയല്ല, കർത്താവിന് യോഗ്യമാവണ്ണം നടക്കണം. ദാറ്റ് ദേ മേ വാക്ക് ഇൻ എ വർത്തി മാനർ. ഇപ്പൊ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന വിശ്വാസികളിൽ നിന്ന് 4 തരത്തിലുള്ള വളർച്ച അപ്പോസ്തലൻ ആഗ്രഹിക്കുന്നു. 4 തരത്തിലുള്ള വളർച്ചയുടെ 4 മേഖലകൾ ഇവിടെയുണ്ട്. അതെല്ലാ ദൈവമക്കൾക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ഒന്ന്, അത് കർത്താവിനെ പ്രസാദകരമാവണ്ണം നടക്കണം. ഇപ്പൊ നമ്മൾ നടക്കുമ്പോൾ കർത്താവ് സ്വർഗത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തെ കാണുന്ന കർത്താവ് നമ്മുടെ ജീവിതം കണ്ട് സന്തോഷിക്കണം, പ്രസാദിക്കണം. ഇവനെൻ്റെ പ്രിയപുത്രൻ എന്ന് ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞതുപോലെ. രണ്ടാമത്, സകലത്തിലും കർത്താവിനെ പ്രസാദിപ്പിക്കണം. സകലത്തിലും കർത്താവിനെ പ്രസാദിപ്പിക്കണം. 3, സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ക്കണം. സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ക്കണം. 4, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണം. ഇത് ഈ വാക്യം മൊത്തത്തിൽ കാണുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇവിടെ നമ്മൾ മൂന്നാമതായിട്ട് പൗലോസ് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കർത്താവിന് യോഗ്യമാവണ്ണം നടക്കണം. ഇത് കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത്, നാം നമ്മുടെ ജീവിതം കർത്താവിന് യോഗ്യമാണോ? കർത്താവിന് കയ്യടി കിട്ടുന്ന, സന്തോഷം കിട്ടുന്ന, ഈ കർത്താവ് നമ്മളെ അഭിനന്ദിക്കുന്ന തരത്തിലാണോ നാം ജീവിക്കുന്നത്? അപ്പൊ ആത്മീകമായ ജ്ഞാനവും വിവേകവും അത് പ്രാപിപ്പാൻ തക്ക അറിവ് അവർക്കുണ്ടാകണമെന്ന് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുകയാണ്. ആത്മീകമായ ജ്ഞാനവും വിവേകവും പ്രാപിപ്പാൻ തക്ക അറിവ് അവർക്കുണ്ടാകണം. ആത്മീകമായ ജ്ഞാനമാണ് ഈ 4 ഫലങ്ങൾ നിറഞ്ഞ ജീവിതം കിട്ടുന്നത്. അപ്പൊ ആത്മീകമായ ജ്ഞാനം വേണം. ലോകപ്രയുള്ള വിദ്യാഭ്യാസത്തെക്കുറിച്ചല്ല ഈ പറയുന്നത്. ആത്മീകമായ ജ്ഞാനം ഉണ്ടാകണം. അവിടെ നിന്നാണ് ഈ 4 ഫലങ്ങൾ കിട്ടുന്നത്. അഭക്തിയും സങ്കീർണതകളും നിറഞ്ഞ ലോകത്ത് ദൈവത്തിൻ്റെ സ്വീകാര്യമായ രീതിയിൽ ജീവിക്കുന്നതിന് ഇവർക്ക് അന്തർജ്ഞാനം. നമ്മൾ ആ വാക്ക് കഴിഞ്ഞവണ അനവധി തവണ പറഞ്ഞു, ഇൻസൈറ്റ്, ഉൾക്കാഴ്ച. ഒരു വിഷയത്തെ മൊത്തത്തിൽ പുറമേ നിന്ന് കാണുമ്പോൾ നാം അതിനെ അപഗ്രഥിച്ചും അവലോകനം ചെയ്തും അതിനെക്കുറിച്ച് അറിയുന്ന ഒരു അറിവുണ്ട്. നമ്മളെല്ലാം അതിനെക്കുറിച്ച് നോളേജ് അബൌട്ട് സംതിങ്, എന്തിനെങ്കിലും കുറിച്ച് കുറേ കാര്യങ്ങൾ. പക്ഷെ അതല്ല യഥാർത്ഥത്തിലുള്ള ഉൾക്കാഴ്ച. യഥാർത്ഥത്തിലുള്ള അന്തർജ്ഞാനം എന്ന് പറയുന്നത് അതിന് അപ്പുറമാണ്. 2 ദിനവൃത്താന്തം 1-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ ശലോമോൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ശലോമോനെ ദൈവം അനുഗ്രഹിച്ചു. അപ്പോൾ ശലോമോനെ അനുഗ്രഹിച്ചു. ശലോമോൻ ദൈവത്തോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇതാണ്: ആകയാൽ ഈ ജനത്തിന് നായകനായിരിക്കേണ്ടതിന് എനിക്ക് ജ്ഞാനവും വിവേകവും തരയണമേ. അല്ലാതെ നിന്റെ ഈ വലിയ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ ആർക്ക് കഴിയും? ഒരു വലിയ ഉത്തരവാദിത്വത്തിലേക്ക് നമ്മളെ ദൈവത ഏൽപ്പിക്കുമ്പോൾ, ദൈവം എനിക്ക് സാമ്പത്തികമായി എനിക്ക് കുറച്ച് മുഖാന്തര വഴികൾ ഒരുക്കി തരണം, എനിക്ക് ഓടി നടക്കാനുള്ള ആരോഗ്യം വേണം, എൻ്റെ കൂടെ നിന്ന് പ്രവർത്തിക്കാൻ കുറച്ച് ആൾക്കാർ വേണം. ഇതൊക്കെയാണ് സാധാരണ നമ്മളിങ്ങനെ ഒരു ദൗത്യത്തിൽ ഫലമേൽപ്പിക്കപ്പെട്ടാൽ നമ്മുടെ മനസ്സ്, നമ്മുടെ ചിന്തകൾ എപ്പോഴും അങ്ങനെയായിരിക്കും. പക്ഷെ ശലോമോന്റെ പ്രാർത്ഥന നോക്കുക. ദൈവത്തിൻ്റെ വലിയ ജനത്തെ, ഈ മഹാപുരുഷാരത്തെ, വലിയ ജനത്തെ നയിക്കുവാൻ ദൈവം ശലോമോനെ ദാവീദിന് ശേഷം ഒരു സ്ഥാനത്ത് കൊണ്ട് ഇരുത്തുമ്പോൾ ശലോമോന് കൃത്യമായ ഉൾക്കാഴ്ച ഉണ്ടായി. എനിക്ക് ഈ സമയത്ത് എന്താ വേണ്ടത്? സമ്പത്തുണ്ടായിട്ട് ഒരു കാര്യവുമില്ല, ആരോഗ്യമുണ്ടായിട്ട് ഇവിടെ വലിയ പ്രയോജനമില്ല, കുറെ കൂട്ടുകാരുണ്ടായിട്ടും കാര്യമില്ല, നല്ല ജീവിത സാഹചര്യമുണ്ടായിട്ടും കാര്യമില്ല. എനിക്ക് എന്താണ് വേണ്ടത് എന്ന തിരിച്ചറിവാണ് ഈ ഇൻസൈറ്റ്. എനിക്കിപ്പോൾ എന്താ വേണ്ടത്? ദൈവനം പഠിക്കുന്ന സമയത്ത് എനിക്ക് എന്താ വേണ്ടത്?
അത് മനസ്സിലാക്കുന്നതിനെ അന്തർജ്ഞാനമെന്ന് പറയും, ഉൾക്കാഴ്ച എന്ന് പറയും. ഇവിടെ ശലോമോന് നല്ലൊരു വ്യക്തമായ ബോധ്യമുണ്ടായി. എന്താണ് ആ ബോധ്യം? നിന്റെ ജനത്തെ നയിക്കേണ്ടതിന് എനിക്ക് ജ്ഞാനവും വിവേകവും തരണം. എനിക്ക് ജ്ഞാനവും വിവേകവും തരണം. അതാണ് യഥാർത്ഥത്തിൽ ശലോമോന്റെ ജ്ഞാനത്തെക്കുറിച്ച് നമുക്കറിയാം. അപ്പൊ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ കൊലോസ്യയിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നു, കർത്താവിന് യോഗ്യമാം വണ്ണം നടന്ന്. വാക്ക് 10-ാം വാക്യത്തിന്റെ ആരംഭത്തിലാണ് കർത്താവിന് യോഗ്യമാം വണ്ണം നടക്കുക. ആത്മീക നടത്തം, അതായത് ദൈവഭക്തിയിലുള്ള ജീവിതം ഭൗതികമായ ജഡീകമായ ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. നടക്കുക എന്ന് പറഞ്ഞാൽ ഭൗതികമായ ജഡീകമായ ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ആശയമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. കർത്താവിന് യോഗ്യമാവണ്ണം നടക്കുക. ഇപ്പം ഈ ഒരു രൂപകം ഇതൊരു മെറ്റഫറാണ്. ഇത് കർത്താവ് യേശു ഉപയോഗിച്ചിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും. അവിടെ നടക്കുക എന്ന വാക്ക് കാണും. ഇപ്പൊ കർത്താവ് യേശു പറഞ്ഞു എന്നെ അനുഗമിക്കുന്ന ഒരാൾ. എന്നെ അനുഗമിക്കുന്ന യേശു എവിടെ? നമുക്ക് യേശുവിന്റെ രൂപമല്ല നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. കർത്താവ് നമുക്ക് നൽകി തന്ന ഉപദേശ മാതൃക, ആ സത്യവചനത്തെ ജീവിതത്തിൽ ധ്യാനിച്ച് അപ്രകാരം ജീവിതം ക്രമീകരിക്കാൻ ശ്രമിക്കുന്ന ഒരാൾ, ആ വ്യക്തിയെക്കുറിച്ചാണ് പറയുന്നത്, എന്നെ അനുഗമിക്കുന്ന. ഇന്ന് കർത്താവ് ഫിസിക്കലായിട്ട് നമ്മുടെ മുമ്പിൽ ഒരു മനുഷ്യനെ പോലെ ഒരു വ്യക്തിയെ പോലെ വന്ന് നിൽക്കുന്നില്ല. ആ കർത്താവെ മുമ്പിൽ നടക്കും, ഞങ്ങൾ പുറകിലുണ്ട് എന്ന് പറയാൻ തക്കവണ്ണം. പിന്നെ എന്താണ് കർത്താവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ? കർത്താവ് നമുക്ക് വചനം തന്നിട്ടുണ്ട്. കർത്താവിൻ്റെ ഹിതം വചനം നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ആ വചനപ്രകാരം ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും ഓരോ സംഭവങ്ങളും ഓരോ അവസ്ഥകളും നാം ക്രമീകരിക്കാൻ മനഃപൂർവ്വം ശ്രമിക്കുമ്പോൾ നാം വചനത്തിൽ മുൻസ്ഥാനം കൊടുക്കുകയാണ്. അത് കർത്താവിനെ അനുഗമിക്കുകയാണ്. അങ്ങനെ കർത്താവിനെ അനുഗമിക്കുന്നതിനെ കുറിച്ച് കർത്താവ് എന്നൊരു വാഗ്ദാനം നൽകി, നീ ഇരുട്ടത്താകില്ല, നിനക്ക് ഒരു അറിവില്ലാതെ പോകില്ല, നീ ഇരുട്ടിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുണ്ടാകും. ജീവിതം ഒരു പ്രകാശപൂർണമാണ്. ആ ജീവിതത്തിന്റെ പ്രകാശം എന്താണെന്ന് കാണണമെങ്കിൽ, അനുഭവിക്കണമെങ്കിൽ ആ വ്യക്തി കർത്താവ് യേശുവിനെ അനുഗമിക്കുന്ന വ്യക്തിയായിരിക്കണം. അത് യോഹന്നാന്റെ സുവിശേഷം 12:35 കൊണ്ട് നമ്മളിത് മനസ്സിലാക്കാൻ എളുപ്പമുള്ള കാര്യമല്ല. ജീവന്റെ വെളിച്ചം എന്നൊക്കെ പറയുന്നത്, അത് പവർക്കിട്ട് പോയാലും അവിടെ വെളിച്ചമുണ്ട്, ഒറ്റപ്പെട്ടാലും അവിടെ വെളിച്ചമുണ്ട്. നമ്മളെ നിരാശപ്പെടുന്ന ഏതെല്ലാം സാഹചര്യങ്ങൾ നമ്മളെ തളർത്താൻ, തകർക്കാൻ, ലക്ഷ്യം തെറ്റിക്കാൻ ഏതെല്ലാം തരത്തിലുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ ഈ കർത്താവിനെ അനുസരിച്ച് നടക്കുന്ന വ്യക്തി വെളിച്ചത്തിൽ നടക്കുകയാണ്, ലക്ഷ്യബോധത്തിൽ നടക്കുകയാണ്. വെളിച്ചമുള്ളവർക്കാണ് എന്തിൻ്റെ ലക്ഷ്യമറിയാൻ കഴിയുന്നത്. അത് യോഹന്നാൻ 12:35 കാണാം, ഇരുൾ നിങ്ങളെ പിടിക്കാതിരിപ്പാൻ നിങ്ങൾ വെളിച്ചമുള്ളിടത്തോളം നടന്നുകൊള്ളുവീൻ. അല്ലെങ്കിൽ ഇരുൾ നമ്മളെ പിടിക്കും. വെളിച്ചത്തിൽ നടക്കുന്നവരെ ഇരുളിന് തൊടാൻ പറ്റില്ല. ഇരുൾ ചുറ്റും വന്ന് ഇങ്ങനെ ബഹളമുണ്ടാക്കും, ശ്രമിച്ചു നോക്കും, പക്ഷെ ഇരുളിന് തൊടാൻ പറ്റില്ല. നമ്മൾ വെളിച്ചത്തിൽ നടക്കുന്നവരാണ്. അവിടെ പറയുന്ന കർത്താവ്, ഇരുട്ടിൽ നടക്കുന്നവൻ താൻ എവിടെ പോകുന്നു എന്ന് അറിയുന്നില്ല. അപ്പം നേരെ തിരിച്ചിട്ടാൽ മതി. വെളിച്ചത്തിൽ നടക്കുന്നവൻ അറിയാൻ താൻ എവിടെ പോകുന്നു. കർത്താവ് പലപ്പോഴും പറയും, ഞാൻ എവിടെ നിന്ന് വന്നു എനിക്കറിയാം, ഞാൻ എവിടേക്ക് പോകുന്നു എന്ന് എനിക്കറിയാം, ഞാൻ എന്തിനാണ് ഇവിടെ ആയിരിക്കുന്നത് എനിക്കറിയാം. അങ്ങനെ ഒരു അറിവ് വെളിച്ചമാണ്, ജ്ഞാനമാണ് വെളിച്ചം, ജ്ഞാനമാണ് പ്രകാശം, ജ്ഞാനമാണ് അറിവ്. ഇപ്പം ഇരുട്ടിൽ നടക്കുന്ന വ്യക്തിക്ക് താൻ ഇന്നത്തെ ദിവസം വന്നു, ഇന്ന് എന്തെങ്കിലുമൊക്കെ കഴിച്ചു കൂട്ടണം, എങ്ങനെയെങ്കിലും ഇന്ന ദിവസം അവസാനിക്കണം, രാത്രി കിടന്നുറങ്ങണം, നാളെ വീണ്ടും ഒരു യന്ത്രം പോലെ ഇതിങ്ങനെ തുടരണം. മടുത്തുപോകും. യാന്ത്രികമായ ജീവിതം മടുപ്പാണ്. എന്തിനു ചെയ്യും? രാവിലെ എഴുന്നേറ്റ് അവർ യന്ത്രം പോലെ മെക്കാനിക്കലായിട്ട് ഒരു സ്വിച്ച് ഇടുന്ന പോലെ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സന്തോഷം കാണില്ല, ഒരു സമാധാനം ഉണ്ടാകില്ല, ഒരു തരത്തിലുള്ള ആനന്ദം ഉണ്ടാകില്ല. ഒരു ദൈവം എന്ന് പറയുന്ന സത്യത്തെ മനസ്സിലാക്കാനും കഴിയില്ല. ഇപ്പം ഇരുട്ടിൽ നടക്കുന്നവൻ താൻ എവിടെ പോകുന്നു എന്ന് അറിയുന്നില്ലല്ലോ. ഇപ്പൊ ദൈവത്തെയും ദൈവിഷ്ടത്തെയും അറിയുന്ന ഒരു ദൈവപൈതലിനെ സംബന്ധിച്ച്, അഥവാ ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ദൈവത്തെ സ്നേഹിക്കുവാനും അനുസരിക്കാനും പ്രോത്സാഹിക്കപ്പെടുന്നത് മറ്റൊന്നുമല്ല. അതുകൊണ്ടാണ് യോഹന്നാൻ 14:15 ക്രിസ്തു പറഞ്ഞത്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും. മറ്റാരും ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കില്ല. ദൈവത്തിൻ്റെ കൽപ്പന പ്രമാണിക്കാൻ നമുക്ക് വേണ്ടത് ആരോഗ്യമല്ല, ബുദ്ധിയല്ല, വിദ്യാഭ്യാസമല്ല, മറ്റൊന്നുമല്ല. ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് എന്താണ്? ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹമാണ്. യോഹന്നാൻ 14:15. ഇപ്പൊ ക്രിസ്തീയ ജീവിതത്തെ പരാമർശിക്കുന്നതിന് പൗലോസ് നടക്കുക, നടപ്പ് എന്ന രൂപകം പലപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ട്. ക്രിസ്തീയ ജീവിതം എന്താണെന്ന് പരാമർശിക്കുവാൻ. അത് റോമർ 6:4 നോക്കുമ്പോൾ, നാം ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ.
ഇപ്പൊ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റൊരു ദൈവം ഇതിനോട് പൗലോസ് അപ്പോസ്തലനിലൂടെ, പൗലോസല്ല പരിശുദ്ധാത്മാവ് പറയുന്നത്, എന്തിനാണ് നീ വീണ്ടും ജനിച്ചത്? ജീവന്റെ പുതുക്കം, ആ പുതുമയേറിയ പുതിയ ജീവിതത്തിൽ നീ നടക്കേണ്ടതിന് വേണ്ടിയാണ്. നാം പുതുക്കമുള്ള ജീവിതത്തിലാണോ നടക്കുന്നത്? അത് ഇരുട്ടിന്റെ പ്രവൃത്തിയിൽ കൂട്ടാളികളാണോ? 1 കൊരിന്ത്യർ 7:17 അവിടെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, എന്നാൽ ഓരോരുത്തനെ കർത്താവ് വിഭാഗിച്ചു കൊടുത്തതുപോലെ ദൈവം വിളിച്ചതുപോലെ അവനവൻ നടക്കട്ടെ. ഇപ്പൊ നാം നടക്കുന്നത് എങ്ങനെയാണ്? ദൈവം നമുക്കൊരു ട്രാക്ക് വെച്ചിട്ടുണ്ട്. ഞാൻ ആ ട്രാക്കിലാണോ വഴിതെറ്റിയാണ് ഓടുന്നത്? ട്രാക്ക് തെറ്റി ഓടിയ വ്യക്തി ഡിസ്ക്വാളിഫൈഡ് ആകും. ദൈവം എന്നെ നിങ്ങളെയും ദൈവം തന്നെ സുവിശേഷത്താൽ രക്ഷയിലേക്ക് വിളിച്ചപ്പോൾ, ക്രിസ്തുവിന്റെ പിന്നാലെ പോകാൻ വിളിച്ചപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓടാനൊരു ട്രാക്ക് വെച്ചിട്ടുണ്ട്. എഫേസ്യർ 2:10 നമ്മൾ ചെയ്തു തീർക്കാൻ ഒരു പ്രവൃത്തി വെച്ചിട്ടുണ്ട്. മറ്റൊരാളുടെ പ്രവൃത്തി എനിക്ക് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ദൈവം എൻ്റെ പ്രവൃത്തി ചെയ്യാൻ വരം തന്നിട്ടുണ്ട്. അതിനാണ് നമ്മളെ സഭയിലേക്ക് കൂട്ടിച്ചേർന്നത്. ഞാൻ ചെയ്യില്ല. ആ വ്യക്തി കർത്താവിനെ, സഭയെ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. എന്നെ കർത്താവ് തൻ്റെ സഭയിലേക്ക് കൂട്ടിച്ചേർത്തപ്പോൾ ആ സഭയുടെ ആത്മീക വർധനവിന് വേണ്ടിയും സഭയിലുള്ള ദൈവമക്കളുടെ അനുഗ്രഹത്തിന് വേണ്ടിയും എനിക്ക് നിർവഹിക്കാൻ ഒരു കടമയുണ്ട്. അത് ആര് കൈയടിച്ചാലും ഇല്ലെങ്കിലും സ്വീകരിച്ചില്ലെങ്കിലും ഞാനത് നിർവഹിക്കണമെന്നുള്ളത് ദൈവം മുമ്പിൽ ഞാൻ ഉത്തരവാദിത്വം കണക്ക് പറയേണ്ട വിഷയമാണ്. അവസരത്തിൽ കണക്ക് ചോദിക്കും. നിന്നെ ഞാൻ എൻ്റെ സഭയിലേക്ക് ചേർത്തത് നിന്റെ സൗന്ദര്യം കണ്ടിട്ടല്ല, നിന്റെ സമ്പത്ത് കണ്ടിട്ടല്ല. നിന്റെ ജീവിതത്തിൽ ഞാനൊരു വരം തന്നു. നീ ജന്മന നിനക്കുള്ളതല്ല വരം, ഞാൻ നിനക്ക് തന്ന വരമാണ്. ഒരു വ്യക്തിയെ സ്നാനപ്പെടുമ്പോൾ കർത്താവ് വ്യക്തിയെ സഭയോട് ചേർക്കുമ്പോൾ കർത്താവ് വ്യക്തിക്ക് ഒരു വരം കൊടുക്കും. എന്തിന്? സ്വന്തമായി അധ്വാനിച്ച് പൈസ ഉണ്ടാക്കാനല്ല, തൻ്റെ സഭയ്ക്ക് ആത്മീക വർധന ഉണ്ടാകാൻ. ആ വരം വ്യക്തി ഉപയോഗിക്കുന്നില്ല. കുഴിച്ചിട്ടാൽ ആ വ്യക്തി എന്താണ് കർത്താവ് വിളിക്കുന്നത് നമുക്ക് വചനത്തിലൂടെ അറിയാം. ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പൊ നമുക്ക് നൽകപ്പെട്ട വരം നമ്മുടെ ഇഷ്ടം പോലെ ഉപയോഗിക്കാൻ അനുവാദമില്ല. കർത്താവിൻ്റെ സഭയ്ക്ക് ആര് കൈയടിച്ചാലും ഇല്ലെങ്കിലും അംഗീകരിച്ചാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നാം എനിക്ക് ദൈവം നൽകി തന്ന വരം എനിക്ക് ഉപയോഗിച്ചേ പറ്റൂ. ഞാൻ വിശ്വസ്തനാകണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അത് കർത്താവാണ് എനിക്ക് പ്രതിഫലം തരേണ്ടത്. അവർ സ്വീകരിച്ചില്ല, അവരംഗീകരിച്ചില്ല, അവരങ്ങനെ പറഞ്ഞു, അവരിങ്ങനെ പറഞ്ഞു. അതാണ് ഈ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം അറിയാത്തതിൻ്റെ കുഴപ്പം, വചന പരിജ്ഞാനം ഇല്ലാത്തത് കൊണ്ടുള്ള കുഴപ്പം. അപ്പൊ ഇവിടെ വ്യക്തമാണ് 2 കൊരിന്ത്യർ 5:7 കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രയും ഞങ്ങൾ നടക്കുന്ന. വീണ്ടും ആ വാക്ക്, ഞാൻ നടക്കുന്ന വിശ്വാസത്താലാണ്. മുന്നിലൊന്നും കണ്ടിട്ടില്ല. അവരെന്നെ സ്വീകരിക്കും, കൈയടിക്കും, അനുഗ്രഹിക്കും, സഹായിക്കും എന്ന് കണ്ടിട്ടല്ല ഞാൻ നടക്കുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരാളും നമ്മളെ സഹായിക്കാനുണ്ടാകില്ല. അത് അബദ്ധമാണ്. നമ്മളെ സഹായിക്കാൻ ദൈവം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആ ജീവിതത്തിൽ എന്ന് പഠിക്കുമോ അന്ന് മനുഷ്യരെ നോക്കുന്ന അവസാനിപ്പിക്കും. നാം നടക്കുന്ന വിശ്വാസത്താലാണ്. നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷ ദൈവത്തിനാണ്, മനുഷ്യർക്കല്ല. മനുഷ്യരെ ചെയ്യുന്നവർ മനുഷ്യരുടെ അടിമകളാണ്. നാം ദൈവത്തിൻ്റെ ശുശ്രൂഷകരാണ്. 2 കൊരിന്ത്യർ 10:3 ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നുവെങ്കിൽ, ഇംഗ്ലീഷിൽ ആസ് യു വാക്ക് ഇൻ ദ ഫ്ലഷ്, ജഡത്തിൽ സഞ്ചരിക്കുന്നുവെങ്കിലും ഞങ്ങളുടെ പോരാട്ടം ജഡീകമല്ലെന്നൂടെ പറയും. അവിടെ നമ്മൾ നടക്കണമെന്ന പ്രയോഗത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഗലാത്യ ലേഖനം 5:16 വാക്യം, ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ. ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ജീവിക്കുക. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന വ്യക്തി ഞാൻ വേറൊന്നും അന്വേഷിക്കില്ല. ആത്മാവിൻ്റെ നിർദ്ദേശം, ഇംഗിതം അനുസരിച്ച് ഞാൻ എൻ്റെ ജീവിതം ക്രമീകരിക്കും. ദൈവാത്മാവിനെ കൂടെ സഹായിക്കും. ഞാൻ പ്രവർത്തിക്കുന്നതോറും ആത്മാവ് കൂടുതൽ ശക്തി തന്നുകൊണ്ടേയിരിക്കും എനിക്ക്. ഞാൻ നേരെ കുഴിച്ചിട്ടാലോ ഉള്ളതൊക്കെ ദൈവം എടുത്തും കളയും. ഇതിനൊരു വിമർശനം തുടങ്ങും, കുറ്റപ്പെടുത്തൽ തുടങ്ങും. അങ്ങനെ ചെയ്യുന്നവരെല്ലാം സ്വന്തം വരങ്ങൾ, സ്വന്തം കഴിവ് കുഴിച്ചിട്ടവരാണ്. മറ്റുള്ളവർ ഒരിക്കലും നമ്മൾ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മൾ നമ്മുടെ ജോലി നന്നായിട്ട് ചെയ്തു നോക്ക്. മറ്റുള്ളവരുടെ ജോലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ജോലി ശരിക്കും ചെയ്താൽ മറ്റുള്ളവരും ചെയ്യുന്നവരാണ്. മറ്റുള്ളവരുടെ ജോലി നമുക്ക് കാണാൻ പറ്റും. ഗലാത്യ ലേഖനം 6:16 ഈ പ്രമാണം അനുസരിച്ച് നടക്കുന്ന ഏവർക്കും. അവിടെ നടക്കുന്നു. ഗലാത്യർ 6:16 ഈ പ്രമാണം അനുസരിച്ച് നടക്കുന്ന ഏവർക്കും. എഫേസ്യർ 2:10 നാം ചെയ്തു പോരേണ്ടതിന്. അവിടെയാണ് ഇംഗ്ലീഷിൽ വി ഷുഡ് വാക്ക് ഇൻ ദം. അവിടെ ഇംഗ്ലീഷിൽ വാക്ക് എന്ന വാക്കുണ്ട്, മലയാളത്തിൽ അതില്ല. നാം ചെയ്തു പോരേണ്ടതിന്. ദൈവം ചില പ്രവൃത്തികൾ എൻ്റെ പേരിൽ ദൈവം കുറിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ വേറൊരാളുടെ പ്രവൃത്തി ചാടിക്കാർ ചെയ്യാൻ പറ്റിയത്. ദൈവം പറഞ്ഞു അത് നിന്റെ പ്രവൃത്തിയല്ല, നിന്റെ പ്രവൃത്തിയല്ല നീ ചെയ്യേണ്ടത്. നീ മറ്റൊരാളുടെ പ്രവൃത്തി അതിനെ കവർന്നെടുക്കുന്നത്. നിന്നെ ഏൽപ്പിച്ച പ്രവൃത്തി നീ ചെയ്യുക, അപ്പോൾ ഞാൻ നിനക്ക് വെച്ച പ്രതിഫലം തരും. ഇവിടെയാണ് നമ്മൾ പലപ്പോഴും പരാജയപ്പെടുന്നത്. എഫേസ്യർ 5:2 വാക്യം സ്നേഹത്തിൽ നടപ്പീൻ. എഫേസ്യർ 5:8 വാക്യം വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവീൻ. കൊലോസ്യർ 2:6 അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പീൻ. 1 തെസ്സലോനിക്കർ 2:11
തൻ്റെ രാജ്യത്തിനും മഹത്വത്തിനും നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന് യോഗ്യമായി നടപ്പേൻ. 1 തെസ്സലോനിക്കർ 4:1. ദൈവപ്രസാദം ലഭിക്കാൻ തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണമെന്ന് ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ നിങ്ങൾ നടക്കുന്നത് പോലെ തന്നെ. അപ്പോൾ ഇത് അസാധ്യമായൊരു ജീവിത രീതിയല്ല ദൈവം ആവശ്യപ്പെടുന്നത്. അയ്യോ ബ്രദറെ, ബൈബിളിൽ പറയുന്ന പോലെ ആർക്ക് സാധിക്കും? ദൈവത്തെ അങ്ങനെ കളിയാക്കരുത്. നമ്മളെ കൊണ്ട് അസാധ്യമായൊരു കാര്യം നമ്മുടെ ചുമലിൽ എടുത്ത് വെച്ചിട്ട് ദൈവം ഒരു സാഡിസ്റ്റ് അല്ല. നമ്മൾ കഴുത്തൊടിഞ്ഞ് വീഴുന്നത് കണ്ട് നോക്കിയിരുന്ന് ചിരിക്കുന്ന ഒരു ദൈവമല്ല. നമുക്ക് സാധിക്കുന്നത് മാത്രമേ ദൈവം നമ്മോട് ആവശ്യപ്പെടുകയുള്ളൂ. നമുക്ക് കഴിയാത്തൊരു കാര്യം നമ്മളെ കൊണ്ട് ചെയ്യിക്കില്ല ദൈവം. ദൈവം ക്രൂരനല്ല. ദൈവത്തിനറിയാം നമുക്ക് എന്ത് കഴിയും. നമുക്കൊരു പക്ഷെ അറിയില്ല. ആത്മീകമായ ചിന്തകൾ നഷ്ടപ്പെട്ടു. എനിക്ക് എന്ത് കഴിയുമെന്ന് ദൈവത്തിനറിയാം. അതാണ് ദൈവം എനിക്ക് അനുവദിച്ചിട്ടുള്ളത്. അത് ഞാൻ ചെയ്യാൻ തയ്യാറാകുമ്പോൾ ദൈവം എനിക്ക് ശക്തി തരും. മോശയോട് പറഞ്ഞു, നീ പോ, ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും. അപ്പോസ്തലന്മാരോട് പറഞ്ഞു, നിങ്ങൾ മുന്നോട്ട് പോ, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അപ്പോൾ ദൈവം നമ്മളെ ഫലമേൽപ്പിക്കുന്ന കാര്യങ്ങൾ നാം ചെയ്യാൻ ഒരു ചുവട് വയ്ക്കുമ്പോൾ, കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് നമ്മളൊരു ചുവട് മുകളിലേക്ക് വെക്കുമ്പോൾ കർത്താവ് നമ്മളെ സഹായിക്കാൻ കൂടെ. നേരത്തെ ഞാൻ ഇറങ്ങില്ല, ഞാൻ പോകില്ല, ഞാൻ തർസീസിലേക്ക് പോകില്ല, നിലവിലേക്ക് പോകില്ലെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ വഴി മുടക്കും കർത്താവ്. നമ്മളെ അനുവദിക്കില്ല. ദൈവം ഓരോ വഴികളും മുടക്കും. നമ്മൾ വേറെ പ്ലാനാണ്, നമ്മുടെ ലൈഫിന് വേറെ പ്ലാനാണ്. ആ പ്ലാനുകൾ ഓരോന്നായിട്ട് ദൈവം മുടക്കിക്കളയും. ദൈവം നിന്നെക്കുറിച്ചുള്ള എൻ്റെ പ്ലാൻ ഇതല്ല. നിന്നെ ഞാൻ എൻ്റെ സഭയിലോട്ട് കൂട്ടിച്ചേർത്ത് നിന്റെ ഇഷ്ടം ചെയ്യാനല്ല, എൻ്റെ ഇഷ്ടത്തിന് നീ അനുസരണം കാണിക്കണം. അതിനാണ് ഞാൻ നിന്നെ എൻ്റെ സഭയിലേക്ക് കൂട്ടിച്ചേർത്ത് കർത്താവ് പറയുന്നു. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ എങ്ങനെ നടക്കണം. തെസ്സലോനിക്ക സഭയിലുള്ള വിശ്വാസികൾ അവർ നടക്കുന്നത് പോലെ എന്നിവിടെ വ്യക്തമായി പറഞ്ഞു. അപ്പം നമ്മൾക്ക് ജീവിതമുണ്ട് നടക്കാൻ. അപ്പോൾ നടക്കുന്ന വാക്കുകൾ പ്രധാനമാണ്. അപ്പോൾ ഇവിടെ പൗലോസ് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്, നിങ്ങൾ കർത്താവിന് പ്രസാദകരമായി യോഗ്യമാവണ്ണം നടക്കുക എന്നതിൽ ഒരു പ്രവൃത്തിയുണ്ട്. വാക്കിംഗ് ഇംപ്ലൈസ് ആക്ടിവിറ്റി. ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത് നടക്കുകയല്ല. വെറുതെ ഇരിക്കുന്നത് നടക്കുകയല്ല. നടക്കുക എന്നതിൽ ഒരു പ്രവൃത്തിയുണ്ട്. ക്രിസ്ത്യൻ ലൈഫ് ഈസ് നോട്ട് എ സെഡൻറ്ററി വൺ, ബട്ട് ഇൻവോൾവ്സ് കണ്ടിന്യൂവൽ ആക്ടിവിറ്റി ഇൻ സർവീസ് ടു ക്രൈസ്റ്റ്. ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത് ഉദാസീനമായി മടി പിടിച്ച് കയ്യും കെട്ടി ഇരിക്കുന്ന ഒരു കാര്യമല്ല ക്രിസ്തീയ ജീവിതം. ചിലർ ക്രിസ്ത്യ ജീവിതത്തിൽ ഇങ്ങനെ വന്നിരിക്കും, ആരാധനയ്ക്ക് വന്നിരിക്കും, ക്ലാസ്സിന് വന്നിരിക്കും, കൂട്ടായ്മയ്ക്ക് വന്നിരിക്കും. ഞാൻ ക്രിസ്തീയ ജീവിതം ജീവിക്കുകയാണ്. അല്ല, ക്രിസ്തീയ ജീവിതം നടത്തമാണ്, കണ്ടിന്യൂവസ് ആക്ടിവിറ്റിയാണ്. അങ്ങനെ നിരന്തരമായി ശുശ്രൂഷ കർത്താവിന് ചെയ്യുന്നൊരു ജീവിതമാണ്. ഇപ്പൊ കർത്താവ് തൻ്റെ അനുയായികളോട് നടക്കുവാനും നിൽക്കുവാനും ആഹ്വാനം ചെയ്തു, ഇരിക്കാനല്ല. ബൈബിളിൽ ഒരിടത്തും കാണാൻ പറ്റില്ല യു പ്ലീസ് സിറ്റ് എന്ന് പറയില്ല. റോമർ 5:2 നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക്. റോമർ 11:20 വിശ്വാസത്താൽ നീ നിൽക്കുന്നു. ഇവിടെ ദൈവം നിൽക്കാനാ പറഞ്ഞത്. ജോലി അവസാനിച്ച് ഇരിക്കാനല്ല പറഞ്ഞത്. കർത്താവിൻ്റെ മാത്രം കാര്യമാണ്. റോമർ 14:4 അവൻ നിൽക്കുന്നതോ വീഴുന്നതോ സ്വന്തം യജമാനത്രേ. 1 Corinthians 15:1 നിങ്ങൾ കേട്ടതും നിങ്ങൾ വിശ്വസിച്ചതും നിങ്ങൾ രക്ഷിച്ചതും നിങ്ങൾ നിൽക്കുന്നതുമായ സുവിശേഷം. 1 Corinthians 16:13 വിശ്വാസത്തിൽ നിലനിൽപ്പീൻ. എഫേസ്യർ 6:11, 13, 16 പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ. പട്ടാളക്കാർ കസേരയിൽ ഇരുന്നു കൊണ്ട്, അയ്യോ ഞാൻ ഹാൻഡിക്യാപ്ഡ് ആണ്, വീൽ ചെയറിലാണ്, ഞാൻ ഇരുന്നു കൊണ്ട് യുദ്ധം ചെയ്യാത്ത പറഞ്ഞ് നീ കരക്കിരിക്കുക. 2 കാലം നിന്ന് രാവിലെ ഞാൻ വായിച്ച ഗിദെയോനെ കുറിച്ചാണ്. ഇവിടെ നക്കി കുടിക്കുന്നവരുണ്ട്, കോരിക്കുടിക്കുന്നവരുണ്ട്. ഇത് പറഞ്ഞു വെള്ളം ഇങ്ങനെ കോരിക്കുടിക്കുന്നവർ, കൈകൊണ്ട് വെള്ളം പുഴയിൽ നിന്ന് കോരിക്കുടിക്കുന്നവരെ മാത്രം നീ തിരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞാൽ അവർ കോരിക്കുടിക്കുന്ന സമയത്ത് അവർക്ക് ചുറ്റും കാണാം. എവിടുന്നെങ്കിലും പട്ടാളക്കാർ അവരെ ആക്രമിക്കാൻ വരുന്ന കാണാൻ പറ്റും. പക്ഷെ കമന്ന് കിടന്ന് പട്ടി കുടിക്കുന്ന പോലെ വെള്ളത്തിൽ കമന്ന് കിടന്ന് നാക്കുകൊണ്ട് കുടിക്കുന്നവർക്ക് അവർക്ക് എഴുന്നേക്കാൻ പറ്റില്ല. ആ 300 പേരെ കൊണ്ടാണ് ഗിദെയോനിലൂടെ യുദ്ധം ജയിച്ചത്. ദൈവത്തിന് ആൾക്കാരുടെ എണ്ണമൊന്നും വേണ്ട. ഇപ്പോൾ ഞാനില്ലെങ്കിൽ കർത്താവിൻ്റെ സഭയിൽ ഒരു കാര്യവും നടക്കില്ല. അബദ്ധമാണ് സഹോദര. കർത്താവിൻ്റെ സഭയെ കർത്താവിന് നയിക്കാൻ അറിയാം. കർത്താവ് നയിക്കുകയും ചെയ്യും. ഇപ്പൊ 300 പേരെ കൊണ്ട് ഗിദെയോൻ ഉപയോഗിച്ച മിദ്യാന്യരുടെ യുദ്ധം ജയിച്ച ദൈവം.
ദൈവത്തിന് ആൾക്കാരുടെ എണ്ണമല്ല, വലിപ്പമല്ല, വിധേയത്വം, വില്ലിങ്നെസ്, സമർപ്പണം, അനുസരണം, ഭക്തി, വിശ്വസ്തത, ഇതൊക്കെയാണ് ദൈവം നോക്കുന്നത്. കഴിവും പ്രാപ്തിയുമല്ല, നിനക്ക് മനസ്സൊരുക്കമാണ്. ഇവിടെ നമ്മൾ കാണുന്നത് എഫേസ്യ ലേഖനം 6:11 പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കണം. നമ്മൾ പറഞ്ഞു പട്ടാളക്കാരെ ഇരുന്നുകൊണ്ട് യുദ്ധം ചെയ്യുന്നില്ല, ഇപ്പം നിൽക്കുകയാണ്. ഒരു നേരം പോലും അവന് ഇരിക്കാൻ സമയമില്ല. നാം ആത്മീക പോർക്കളത്തിലാണ്, നിരന്തരം പോരാട്ടമാണ്. ചുറ്റുപാട് യുദ്ധമുണ്ട്, മറ്റ് ആത്മീക യുദ്ധമുണ്ട്, അന്ധകാര ശക്തിയുടെ അല്ലെങ്കിൽ ദുരുപദേശത്തിൻ്റെ യുദ്ധമുണ്ട്. ഇതൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ നടുവിൽ ഒരു ദൈവ പൈതൽ കുത്തിയിരുന്ന മാഗസിൻ വായിച്ചുകൊണ്ട് കപ്പലണ്ടി കുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ യുദ്ധകളത്തിലാണ്. തല എപ്പം പോയി ചോദിച്ചാൽ മതി. നിന്റെ ജീവിതം ദൈവത്തോട് പ്രാർത്ഥിക്കാനായിട്ട് ദൈവം നിന്നെ വീണ്ടെടുത്തപ്പോൾ നിന്റെ ജോലി എന്താണ്? പണം ഒരുതുന്നവർക്ക് വേണ്ടിയെങ്കിലും നീ പ്രാർത്ഥിക്കണ്ടേ? ഇവിടെയാണ് ഉദാസീനത. ഇവിടെ ഇങ്ങനെ ഉദാസീനരായിട്ട് ഇങ്ങനെ വിശ്രമിക്കുക, ലക്ഷറി ലൈഫാണ്. അതല്ല, അത് സ്വർഗത്തിൽ ദൈവം വെച്ചിട്ടുണ്ടത്. ഇവിടെ പോരാടണം. അപ്പം പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ. എന്നിട്ട് എഫേസ്യർ 6:13 സകലവും സമാപിച്ചിട്ട് ഉറച്ച് നിൽപ്പാൻ. എഫേസ്യർ 6:16 പരിചയം എടുത്തും കൊണ്ട് നിൽപ്പീൻ. ഫിലിപ്പിയർ 4:1 ഇങ്ങനെ കർത്താവിൽ നിലനിൽപ്പീൻ. കൊലോസ്യർ 4:12 ദൈവത്തെ സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കേണ്ടതിന്. 1 തെസ്സലോനിക്ക 3:8 നിങ്ങൾ കർത്താവിൽ നിലനിൽക്കുന്നുവെന്നറിഞ്ഞു. 2 തെസ്സലോനിക്ക 2:15 നിങ്ങൾ ഉറച്ചു നിന്ന് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ പറഞ്ഞു എന്നത് ശ്രദ്ധിച്ചു. അപ്പോൾ നമ്മൾ നിൽക്കുക എന്നതിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ കർത്താവ് തൻ്റെ അനുയായികളോട് ആവശ്യപ്പെടുന്നത്, ആഹ്വാനം ചെയ്യുന്നത് കസേരയിൽ ഇരിക്കാനല്ല. ഒരു ആലങ്കാരിക പ്രയോഗമാണ് കസേരയിൽ ഇരിക്കുമെന്ന് ഉദ്ദേശിച്ചത്. അതായത് എല്ലാം തന്നെ എൻ്റെ ജോലിയൊക്കെ തീർന്നു, ഞാൻ രക്ഷിക്കപ്പെട്ട എൻ്റെ ജോലിയൊക്കെ ഇനി എനിക്കൊന്നും ചെയ്യാനില്ല. കർത്താവിൻ്റെ സഭയെക്കുറിച്ചും കർത്താവിനെക്കുറിച്ചും പലർക്കും ഇന്നും അറിവില്ല. കർത്താവിൻ്റെ സഭയെക്കുറിച്ച് പലർക്കും ഒട്ടും അറിവില്ല. കർത്താവ് തൻ്റെ അനുയായികളോട് ആവശ്യപ്പെട്ടത് നിങ്ങൾ നടക്കണം. നിങ്ങളുടെ ജീവിതം വിശ്വാസത്തിൻ്റെ പാതയിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കണം, നിൽക്കണം. അതാണ് നമ്മൾ റോമർ 5:2, 11:20, 14:4, 1 Corinthians 15:1, 1 Corinthians 16:13, എഫേസ്യർ 6:11, 13, 16, ഫിലിപ്പിയർ 4:1, കൊലോസ്യർ 4:12, 1 തെസ്സലോനിക്ക 3:8, 2 തെസ്സലോനിക്ക 2:15 കേട്ടത്. ഇപ്പം യോഗ്യമാം വണ്ണം നടക്കുക എന്നത് അപ്പോസ്തലനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട വിഷയമാണ്. കൊലോസ്യയിലുള്ളവർക്ക് വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ യോഗ്യമാമണ്ണം നടക്കണം. യോഗ്യമാമണ്ണം. ഇപ്പം നല്ല സൂട്ടും കോട്ടും നല്ല സാരിയൊക്കെ ഉടുത്ത് വില കൂടിയ വസ്ത്രമൊക്കെ ധരിച്ച് നടക്കണമെന്നാണോ? യോഗ്യമാമണ്ണം നടക്കണം. എഫേസ്യ ലേഖനം 4:1 കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത് നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാമണ്ണം. നമ്മൾ എങ്ങനെയാണ് രക്ഷയുടെ അനുഭവത്തിൽ എത്തിച്ചേർന്നത്? എൻ്റെ കുടുംബ പാരമ്പര്യം വളരെ വലുതാണ്, എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത കണ്ടിട്ടാണ്, എനിക്ക് കുഞ്ഞിലേ മുതലേ പ്രസംഗത്തിൻ്റെ പരിചയമുണ്ട്, പാട്ടുപാടാൻ കഴിവുണ്ട്, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്, എനിക്ക് നല്ല സമ്പത്തുണ്ട്. ഇതുകൊണ്ടാണോ ദൈവം സഹോദര സഹോദരി നിന്നെ കർത്താവ് തൻ്റെ സഭയിലേക്ക് വിളിച്ചത്, നിന്റെ പാപങ്ങൾ ക്ഷമിച്ച് രക്ഷിച്ചത്? അത് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ മിണ്ടാതിരിക്കും? ആ കുഷ്ഠരോഗികൾക്ക് ബോധമുണ്ടായി, ഇത് സദ്വർത്തമാന ദിവസമാണ്, നാം മിണ്ടാതിരുന്നാൽ ശിക്ഷിക്കപ്പെടും. അപ്പോൾ കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത് നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യം. ആ വിളി സ്വർഗീയമാണ്, ദൈവത്തിൻ്റെ വിളിയാണ്, ഉന്നത വിളിയാണ്, പരിശുദ്ധ വിളിയാണ്. ആ വിളിയാൽ താൻ സുവിശേഷത്തെ ദൈവം നിങ്ങളെ എന്നെ വിളിച്ചത് ആരെന്ന് മനസ്സിലാക്കിയാൽ മതി. ആ വിളിച്ച വിളിക്ക് യോഗ്യമാമണ്ണം പൂർണ്ണവിനയത്തോടും മറ്റും നടക്കണമെന്ന് ഇവിടെ എഫേസ്യ ലേഖനം 4:1 പൗലോസ് പറയും. അപ്പം യോഗ്യമായി നടക്കുക എന്ന് പറയുന്ന പൗലോസിന് എപ്പോഴും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് യോഗ്യമായി നടക്കുക എന്ന് പറയുന്നത്. ക്രിസ്തുവിൻ്റെ എല്ലാ ശിഷ്യന്മാരും നമ്മൾ ഉൾപ്പെടെ നാം എന്തെങ്കിലും ആണെങ്കിൽ ആയിത്തീർന്നിട്ടുണ്ടെങ്കിൽ അത് കൃപയാലാണ്. 1 Corinthians 15:10 പൗലോസ് അപ്പോസ്തലൻ കൃത്യമായിട്ട് പറയും, ഞാനാകുന്നത് ദൈവകൃപയാലാണ്. ഈ ബോധം നമുക്ക് എപ്പോഴും ഉള്ളത് കൊണ്ടാണ് നമ്മൾ ദൈവത്തിനെ സ്തുതിച്ചാരാധിച്ച് ഈ ഭൂമിയിൽ അവന് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ
നമ്മൾ അതിനുവേണ്ടി മുന്നോട്ടിറങ്ങുന്നത്. എന്നെക്കൊണ്ട് എന്തെങ്കിലും കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ, കർത്താവിനെ മറ്റുള്ളവരെ അറിയിക്കാനുള്ള പ്രക്രിയയിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ചെയ്യും. കാരണം ഞാൻ കൃപയാൽ രക്ഷിക്കപ്പെട്ട ഒരാളാണ്. എൻ്റെ അധ്വാനഫലം കുടുംബത്തെ കണ്ടിട്ട് ദൈവം എന്നെ രക്ഷിച്ചതല്ല, കൃപയാൽ രക്ഷിക്കപ്പെട്ടവനാണ് ഞാൻ. ഇപ്പം ജീവിതത്തിൽ ദൈവ തേജസ് പ്രതിഫലിക്കുന്ന വിധത്തിൽ ജീവിക്കുക എന്നതാണ് കർത്താവിന് യോഗ്യമാമണ്ണം നടക്കുക. അതായത് എൻ്റെ ജീവിതം കൊണ്ട് ദൈവം മഹത്വപ്പെടും. നമ്മുടെ ശുശ്രൂഷ കണ്ടു, ആ സഹോദരൻ എന്തുമാത്രം കർത്താവിന് വേണ്ടി ജീവിക്കുന്നു, ആ സഹോദരൻ എത്രമാത്രം കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നു, ആ സഹോദരൻ ചെയ്യുന്ന ഒരു കയ്യടിക്ക് വേണ്ടിയല്ല, ആരും തിരിച്ചറിയാനല്ല, അഭിനന്ദിക്കാനല്ല, അപ്രിസിയേഷന് വേണ്ടിയല്ല, തനിക്ക് ദൈവത്തോടുള്ള സ്നേഹം. അതാണ് പലരുടെ ജീവിതത്തിൽ ഇല്ലാത്തത്. ആരെങ്കിലും ഒന്ന് കണ്ണുരുട്ടി കാണിച്ചാൽ ഇനി ഞാനില്ല. ഇപ്പൊ കർത്താവിന് യോഗ്യമാവണ്ണം നടക്കുമ്പോൾ ജീവിതത്തിൽ ദൈവ തേജസ് പ്രതിഫലിക്കും. ദൈവ തേജസ് പ്രതിഫലിക്കുന്ന ഞാൻ ദൈവം വെളിപ്പെടും. ഇപ്പൊ ഇരുട്ടത്തിരിക്കുന്ന സാധനം, ഇരുട്ടത്തിരിക്കുന്ന ഈ വാച്ച് കാണാൻ പറ്റില്ല നിങ്ങൾക്ക്, പക്ഷെ അതിലേക്ക് ഞാൻ സ്പോട്ട് ലൈറ്റ് ഇടുമ്പോൾ നിങ്ങൾക്കത് കാണാം. ഇപ്പൊ ദൈവ തേജസ് എന്നിലൂടെ നിങ്ങളിലൂടെ വെളിപ്പെടുക എന്ന് പറഞ്ഞാൽ എന്നിലൂടെ ദൈവത്തെ മറ്റുള്ളവർ അറിയുകയാണ്. ഞാൻ വിനയത്തോടും ഭക്തിയോടും ബഹുമാനത്തോടും ആദരവോടും എല്ലാം ഒരു കാര്യത്തിൽ ഏർപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവങ്ങളാണത്. അതുകൊണ്ട് ദൈവമാരെന്ന് എൻ്റെ ചുറ്റുമിരിക്കുന്നവർക്കറിയാം, അറിയാനേടും. അങ്ങനെയാണ് കർത്താവിന് യോഗ്യമാവണ്ണം നടക്കുക എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് നുണ പറയുന്ന, ഇപ്പോൾ രാഷ്ട്രീയ കാലഘട്ടമാണ്, തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടമാണ്. നുണ പറയുന്ന, വഞ്ചിക്കുന്ന, ഉത്തരവാദിത്വം കൃത്യമായി ഒരിക്കലും ചെയ്യാൻ കഴിയാത്തൊരു രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥൻ ആ സ്ഥാനത്തിന് യോഗ്യനല്ല. ഒരിക്കൽ മനുഷ്യർക്ക് അബദ്ധം പറ്റി ഒരാളെ ഒരു ജോലി സ്ഥലത്താക്കി, ഒരു മേധാവിയാക്കി, അല്ലെങ്കിൽ ഒരു സൂപ്രണ്ടൻ്റാക്കി, ഒരു ബോസാക്കി, മാനേജറാക്കി. പക്ഷെ ആ വ്യക്തി ആ സ്ഥാനത്ത് നമ്മൾ കള്ളമേ പറയും. തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളെ സ്നേഹിക്കുകയോ സഹായിക്കുകയോ ഒന്നും ചെയ്യാൻ വഞ്ചിക്കുകയാണ്. തീർച്ചയായും അദ്ദേഹത്തിനെതിരെ റിപ്പോർട്ട് പോകും. മേലധികാരികൾ പറയും, താങ്കൾ ഈ സ്ഥാനത്തിന് അർഹനല്ല. ഇപ്പം ഒരു സ്ഥാനത്ത് നമ്മളെ ഒരാൾ കൊണ്ടിരുത്തിയാൽ ആ സ്ഥാനത്തിരിക്കുവാൻ അതിൻ്റേതായിട്ടുള്ള ചില ഉത്തരവാദിത്വങ്ങളുണ്ട്. അതെപ്പോഴും വളരെ ആവശ്യമാണ്. ഇപ്പം കർത്താവ് കാണിച്ചെന്നൊരു മാതൃകയുണ്ട്, ഒരു ദൈവബദൽ ജീവിക്കേണ്ട ഒരു മാതൃകയുണ്ട്. ആ മാതൃക പോലെ ജീവിക്കാത്ത ഒരാൾ കർത്താവിനെ ആ വ്യക്തി ഒരു സന്തോഷമില്ല കണ്ടിട്ട്. കർത്താവിൻ്റെ വ്യക്തി പ്രസാദകരമല്ല. ആ വ്യക്തിയുടെ ജീവിതം കണ്ടിട്ട് കർത്താവിന് ഒരു സന്തോഷവും തോന്നുന്നില്ല. നോഹയുടെ കാലത്ത് കർത്താവ് അനുദപിച്ചതുപോലെ മനുഷ്യനെ ഞാൻ സൃഷ്ടിച്ചല്ലോ എന്നത് കർത്താവിൻ്റെ ഹൃദയത്തിന് ദുഃഖമായി. നമ്മൾ എത്രയോ പേരെ കാണുമ്പോൾ കർത്താവിന് ഒരുപക്ഷെ ഹൃദയത്തിൽ വേദനയുണ്ടാകും. യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായം നമ്മൾ പഠിച്ചവരാണ്. പലരുടെയും പ്രാർത്ഥന ദൈവത്തിൻ്റെ വെറുപ്പാണ് നമ്മൾ കണ്ടു 5-ാം യെശയ്യാപ്രവചനന്റെ പുസ്തകം. അപ്പോൾ കർത്താവ് കാണിച്ചെന്ന മാതൃക പ്രകാരം നടക്കാത്തവൻ കർത്താവിന് പ്രസാദകരമായിട്ടല്ല നടക്കും. 1 യോഹന്നാൻ 2:6, യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാം വാക്യത്തിൽ അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ കർത്താവിനാണ്, ശാലമായിട്ട് കർത്താവിനോട് ചേർന്നു. ഐ ആം ഡോലിംഗ് ഇൻ ക്രൈസ്റ്റ്, ഐ എം ലിവിങ് ഇൻ ക്രൈസ്റ്റ്. ഞാൻ കർത്താവിൽ വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അവൻ നടന്നതുപോലെ നടക്കണം. ഫിസിക്കൽ ആക്ഷൻ അല്ല ഈ കാണിക്കുന്നത്, ഇമിറ്റേറ്റ് ചെയ്യാനല്ല. ഇങ്ങനെ കർത്താവ് കൈനീട്ടിയാണ് നടന്നത്, കർത്താവിന് ഒരു വശം ചരിഞ്ഞാണ് നടന്നത്. അതല്ല അവിടെ പറയുന്നത്. കർത്താവ് എങ്ങനെ ജീവിച്ചു, മറ്റുള്ളവരെ എങ്ങനെ സ്നേഹിച്ചു, മറ്റുള്ളവരോട് എങ്ങനെ ഇടപെട്ടു, പുറത്തുള്ളവരോട് എങ്ങനെ ജ്ഞാനത്തിൽ സംസാരിച്ചു, എങ്ങനെയാണ് ഓരോ വിഷയം തൻ്റെ മുമ്പിൽ വന്നപ്പോൾ കൈകാര്യം ചെയ്തത്. അതാണ് കർത്താവ് കാണിച്ചെന്ന മാതൃക. അവനിൽ വസിക്കുന്നെന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാണ്. ഇതേ വിഷയം ഫിലിപ്പിയർ 1:20 നമ്മൾ പഠിച്ചതാണ്. ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് യോഗ്യമാം വണ്ണം മാത്രം നടപ്പിൻ. നമ്മുടെ ജീവിതം കണ്ടുകൊണ്ട് മറ്റുള്ള സുവിശേഷം അറിയണം, ക്രിസ്തുവിൻ്റെ വിശേഷം അറിയണം. അപ്പോൾ അവർ പറയണം, അവരിപ്പോൾ അത്രമാത്രം ഇങ്ങനെ എളിമപ്പെട്ട് വിനയപ്പെട്ട് എന്തെല്ലാം തരത്തിൽ അപവാദങ്ങളും ഉപദ്രവങ്ങളും വേദനകളും ഉണ്ടായിട്ടും അവരിപ്പോഴും എല്ലാവരെയും സ്നേഹിക്കുന്നു. ഇപ്പോൾ വേറെ ആൾ പറയും, വെറുതെ അല്ല, അവർ യേശുവിൻ്റെ കൂടെ പോകുന്നവരാണ്, അവർ യേശുവിൻ്റെ സഭയിലുള്ളവരാണ്. അവർ വാ തുറന്ന് ഇങ്ങനെ വൃത്തിയോട് പറയില്ല, പകരത്തിന് പകരം ചെയ്യില്ല, വിദ്വേഷവും പകയുമില്ല. കാരണം അവർ ക്രിസ്തുവിൻ്റെ സഭയിലെ അംഗങ്ങളാണ്, കർത്താവിനെ അനുഗമിക്കുന്നവരാണ്. അപ്പം ആർക്കാ മഹത്വം? നമുക്കല്ല, കർത്താവ്. ഇതാണ് ആവശ്യപ്പെടുന്നത് ദൈവം. അതിന് പല സാഹചര്യങ്ങളുണ്ടാകും. പലതരത്തിൽ നമ്മൾക്കെതിരെ ശത്രുക്കൾ ഓരോരുത്തരായിട്ട് അണിനിരക്കും, ചിന്തിക്കാത്ത കാര്യങ്ങൾ പറയും.
അവിടെ നമ്മൾ കർത്താവിനെ കാണിച്ചു കൊടുക്കണം. ഇവർ ചെയ്യുന്നതെന്നറിയാമെങ്കിൽ ഇവരോട് ക്ഷമിക്കണം. പക്ഷെ നമുക്കത് പറ്റും, നമ്മളോടെ തിരിച്ചടിക്കും. ആ പറഞ്ഞത് 5 ആണെങ്കിൽ 20 തിരിച്ചു കൊടുക്കും. അവിടെ എവിടെ കർത്താവ് മഹത്വം കിട്ടും? ഇവിടെ മഹത്വം കിട്ടുന്ന വേറൊരാൾക്കാണ്. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഇപ്പൊ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം നടക്കണം. നടക്കാന്ന് പറഞ്ഞ് ജീവിക്കണം. അതിനകത്ത് പെരുമാറ്റം, വാക്ക്, ചിന്ത, നോട്ടം, ആഗ്രഹം, മനോഭാവം, അഭിപ്രായങ്ങൾ, താല്പര്യങ്ങൾ എല്ലാം പെടുവരും. ഉള്ളിൽ വിചാരിക്കുന്ന ഉൾപ്പെടെ വരും. അതുതന്നെയാണ് 1 തെസ്സലോനിക്കർ 2:11. നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന് യോഗ്യമായി നടപ്പാൻ തക്കവണ്ണം ഞങ്ങൾ നിങ്ങളിൽ ഓരോരുത്തരെ അപ്പൻ മക്കളെ എന്ന പോലെ പ്രബോധിപ്പിച്ച് ഉത്സാഹിപ്പിച്ച് സാക്ഷ്യം പറഞ്ഞു പോകുന്നു. നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങൾക്കറിയാം. അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങളുടെ ഇടയിൽ ഞങ്ങൾ എങ്ങനെയാണ് ജീവിച്ചത്. നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന് യോഗ്യമായി നടപ്പാൻ തക്കവണ്ണം ഞങ്ങൾ നിങ്ങളിൽ ഓരോരുത്തരെ അപ്പൻ മക്കളോട് എന്ന പോലെ. മക്കൾ ചെയ്യുന്ന എല്ലാ അപ്പനും അമ്മയ്ക്കും നല്ല പേര് കിട്ടുന്ന കാര്യങ്ങളാണോ? ഇപ്പോഴത്തെ ഒരു കുടുംബത്തിൽ ഒരു മക്കളും അങ്ങനെ ജീവിക്കുന്നില്ല. അവർ ജീവിതം കൊണ്ട് അപ്പനും അമ്മയ്ക്ക് വെളിയിലിറങ്ങാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. പിന്നെ നമ്മുടെ ജീവിതത്തിൽ പിന്നെ എന്താ ഇങ്ങനെ? നമ്മുടെ അപ്പൻ, സ്വർഗസ്ഥനായ അപ്പൻ അപമാനം വരുത്തുന്ന ജീവിതം. 3 യോഹന്നാൻ 3-ാം അധ്യായം 3-ാം വാക്യം, ഒറ്റ അധ്യായമുള്ള യോഹന്നാന്റെ 3-ാം ലേഖനം 3-ാം വാക്യത്തിൽ, സഹോദരന്മാർ വന്ന് നീ സത്യത്തിൽ നടക്കുന്നുവെന്ന് നിന്റെ സത്യത്തിന് സാക്ഷ്യം പറയുകയാൽ ഞാൻ അത്യന്തം സന്തോഷിച്ചു. യോഹന്നാൻ പറയുന്ന, അവിടെ നിന്ന് ചില സഹോദരങ്ങൾ എൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങൾ സത്യത്തിൽ നടക്കുകയാണ്. ലോകത്തിൻ്റെ അഭിപ്രായങ്ങൾ, കൂട്ടുകാരുടെ ഇംഗിതങ്ങൾ, വീട്ടുകാർ പറയുന്നതനുസരിച്ച്, നാട്ടുകാർ പറയുന്നതനുസരിച്ചല്ല അവർ ജീവിക്കുന്നത്. സത്യത്തിൽ നടക്കുന്നു. അതിനെക്കുറിച്ച് യോഹന്നാൻ കേട്ടപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. എന്നിട്ട് അതിൻ്റെ 6-ാം വാക്യം പറഞ്ഞ, നീ അവരെ ദൈവത്തിന് യോഗ്യമാവും വണ്ണം യാത്ര അയച്ചത് നന്നായിരിക്കും. അത് സാമ്പത്തികമായി സഹായം ചെയ്യുന്നതിന് ഉൾപ്പെടെയാണ്. അതിലേക്ക് അധികം നോക്കുന്നില്ല. ഇപ്പൊ കൊലോസിലുള്ളവർ യോഗ്യമായി നടക്കുന്നതിനും കർത്താവിൻ്റെ പ്രസാദകരമായ ജീവിതം നയിക്കേണ്ടതിനും പരിജ്ഞാനം ഇതിൻ്റെ എല്ലാം പ്രശ്നം എവിടെ കിടക്കുന്നറിയാം? പരിജ്ഞാനമില്ല, ബൈബിൾ പഠനമില്ല, ബൈബിൾ വായനയില്ല, വചനം കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമല്ല. ആ സമയം മുഴുവൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും എല്ലാ ചപ്പും ചവറും കണ്ടും കേട്ടും മനസ്സിനകത്ത് മുഴുവൻ നിറച്ചു വെച്ചിരിക്കുമ്പോൾ എങ്ങനെ ജീവിക്കാൻ പറ്റും ഇരുള് നിറഞ്ഞ ലോകത്തിൽ? നമ്മുടെ പാതയ്ക്ക് പ്രകാശമായി തീർന്നിരിക്കുന്ന എന്താണ്? സെലിബ്രിറ്റികൾ പറഞ്ഞ വാക്കുകളാണ്, അതോ കർത്താവിൻ്റെ വചനമാണ്? ഇപ്പൊ കൊലോസിലുള്ളവരോട് പൗലോസ് പ്രാർത്ഥിക്കുന്നത് നമ്മൾ യോഗ്യമായി നടക്കണം, കർത്താവിന് പ്രസാദകരമായ ജീവിതം ജീവിക്കണം, നമ്മുടെ ജീവിതം കണ്ട് കർത്താവ് സന്തോഷിക്കണം. 10 പേര് കർത്താവിനെ കുറിച്ച് ഒരു ജീവിതമെങ്കിലും നമ്മുടെ ജീവിതം കണ്ടിട്ട്, ഇവിടെ സ്കൂളിലാകട്ടെ, കോളേജിലാകട്ടെ, ജോലി സ്ഥലത്താകട്ടെ, ഒരാൾ എങ്കിലും നമ്മുടെ ജീവിതം കണ്ടിട്ട്, സഹോദരി ഏത് ചർച്ചിലാണ് പോകുന്നത്? അങ്ങനെ ചോദിക്കണമെങ്കിൽ നമ്മളിൽ എന്തെങ്കിലും ഒരു ഗുണം കാണും. അവർ നമ്മളെ കളിയാക്കിയിട്ടും നമ്മളവരെ സഹായിക്കുന്ന മനസ്സ്, ഉപദ്രവിച്ചിട്ടും തിരിച്ചൊന്നും ചെയ്യാതിരിക്കും. എന്നിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. അപ്പോൾ അവർ ചിന്തിക്കുന്നത് നമ്മൾ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? അപ്പോൾ നമ്മളിൽ ആത്മീക ജീവനുള്ളതുകൊണ്ടല്ലേ. ഇത് ലോകത്തിൽ ഇല്ലാത്ത ഒന്നാണ്. പക്ഷെ കർത്താവിൻ്റെ സഭയിലുള്ളവർ ഇതിന് വ്യത്യസ്തമായിരിക്കണം. ഇവിടെയല്ലേ നമ്മൾ പരാജയപ്പെടുന്നത്. ഈ പരിജ്ഞാനം അവർക്ക്, അതിനാണ് പൗലോസ് തിമോത്തിയോസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം പ്രാപിക്കണം. ഇപ്പം നമ്മൾ ഒരു ഓഫീസിൽ കയറി ചെന്നു, അദ്ദേഹത്തിന് എന്തിഷ്ടമല്ല, അദ്ദേഹത്തിന് വെറും ഉദാഹരണം, അദ്ദേഹം കൈക്കുലിന്ന് കേൾക്കുമ്പോൾ തന്നെ ഹാലിളകുന്നൊരു മനുഷ്യനാണ്. നമ്മൾ കാര്യം സാധിക്കാൻ ആപ്ലിക്കേഷൻ കൊടുത്തില്ല, സാറേ ഇത് ഇരുന്നോട്ടെ, ഉടൻ പിടിച്ച് അകത്തിടും. ആ വാക്ക് കേട്ടാൽ തന്നെ ഹാലിളകുന്ന ഉദ്യോഗസ്ഥരുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വഭാവം എന്തെന്നറിയാതെ ആ മുറി കയറി ചെന്ന് അപേക്ഷ കൊടുക്കുമ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ അത് വലിച്ചെറിഞ്ഞ് ദൂരെ കളയും. ഇപ്പം ഇവിടെ നമ്മൾ പറഞ്ഞ പോയിന്റ് എന്തിനാണ് അത് പറഞ്ഞത്? ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം നമ്മൾ അറിയണം. ദൈവത്തിന് എന്താ ഇഷ്ടം? ദൈവത്തിൽ പറഞ്ഞ മനുഷ്യൻ നല്ലതെന്താ ഞാൻ കാണിച്ചു തരാം, എന്താ എനിക്ക് വേണ്ടത് ഞാൻ പറഞ്ഞു തരാം, നീ അതുകൊണ്ട് എൻ്റെ അടുക്ക വാ. നീ ഒരു വലിയ കൊട്ട നിറച്ച് പഴവും അവിലും മലരും ഒക്കെ ആയിട്ട് വരാതെ നിന്റെ ഹൃദയം വെടിപ്പാക്കിയിട്ട് വാ, എന്നുള്ള ഭക്തിയോടുകൂടി കയറി വാ, എന്നെ മനസ്സിലാക്കിക്കൊണ്ട് കയറി വാ, നിന്റെ വസ്തുവകളിൽ നിന്ന് ഞാൻ വീഴില്ല. അതാണ് ദൈവം പ്രവാചകന്മാരിലൂടെ പറഞ്ഞത്. അപ്പോൾ ഇതാണ് പൗലോസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. വിവരവും അന്തർജ്ഞാനം, അത് ഉൾക്കാഴ്ച, അത് വിലയില്ലാത്തതായി തീരും ദൈവത്തിൻ്റെ ഇഷ്ടം അറിഞ്ഞില്ലെങ്കിൽ.
അത് വളരെ പ്രധാനമാണ്. അപ്പോൾ പ്രായോഗിക തലത്തിൽ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഇങ്ങനെ പറയും, ഇൻഫർമേഷൻ ആൻഡ് ഇൻസൈറ്റ് ആർ വാല്യൂലെസ് അൺലെസ് ദേ ആർ പുട്ട് ഇൻ ടു പ്രാക്ടീസ്. ഒരു കുറേ കാര്യങ്ങൾ അറിയാം, ഇപ്പോഴും മനുഷ്യരോട് ഇടപെടാൻ അറിയില്ല. വീട്ടിന് മുമ്പിലുള്ള ലോണൊക്കെ നന്നായിട്ട്, ഒരു ചെറിയ തരി ചവറ് പോലും ആ ലോണിൽ പുൽപ്പുറത്തില്ല. പക്ഷെ വീട്ടിലത്ത് കിടക്കുന്നവരോട് എന്ന് വാ തുറന്ന തെറിയും വൃത്തികെട്ട വർത്താനവുമാണ്. എന്തൊരു മനുഷ്യനായത്! തൻ്റെ തോട്ടത്തിനകത്ത്, തൻ്റെ പുൽപ്പുറങ്ങളിൽ ഒരു ചെറിയ ഉണങ്ങിയ ഇല പോലും താൻ വീഴാൻ സമ്മതിക്കില്ല. അത്രത്തോളം മെറ്റിക്കുലസ് ആയിട്ട് കൃത്യമായിട്ട് ഓരോ ദിവസം രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരവും ഓടി നിന്ന് ചവറെല്ലാം പിറക്കി കിടക്കുന്ന മനുഷ്യനാണ്. പക്ഷെ തൻ്റെ കൂടെയുള്ള മനസ്സിൽ മുഴുവൻ താൻ കൊടുക്കുന്ന വൃത്തികെട്ട ചവറുകളാണ്. ഈ മനുഷ്യന്റെ ബോധം എന്താണ്? നമ്മൾ വീടൊക്കെ കൃത്യമായി വെടിപ്പാക്കി, പക്ഷെ ഇവിടെ വായോ ശവക്കുഴിയല്ലേ? അവിടെയാണ് നമ്മൾ ചോദിക്കുന്നത്. അറിവുണ്ട്, ഉൾക്കാഴ്ചയുണ്ട്, ഒരു പ്രയോജനമില്ല, ജീവിതമില്ല, പ്രാക്ടീസ് ഇല്ല. മുൻ പരാമർശിച്ച 4 ഗുണങ്ങൾ നമ്മൾ പറഞ്ഞു. ദൈവത്തിൽ പ്രസാദകരമായി ജീവിക്കുവാൻ കൊലോസിലുള്ളവരെ സഹായിക്കുന്നത് ഈ ജ്ഞാനമാണ്. ക്രിസ്തുവിന് അനുരൂപമാകുവാൻ, ജീവിതം ക്രമപ്പെടുത്തുവാൻ ഈ സദ്ഗുണങ്ങൾ ആവശ്യമാണ്. അപ്പോൾ നമുക്കൊരു കാര്യം നന്നായിട്ടറിയാം, റോമാലേഖനത്തിൽ നിന്ന് പാപം ചെയ്യുന്നവർ ദൈവ തേജസ് നഷ്ടപ്പെട്ടവരാണ്. ഏത് തോട്ടത്തിൽ ആദാമിനും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല എന്തായിരുന്നുവെന്ന്. ലളിതമായി ദൈവം നമുക്ക് മനസ്സിലാക്കിയത് അവർക്ക് വസ്ത്രം വേണ്ടായിരുന്നു. അവർക്ക് വസ്ത്രം വേണ്ട. നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഇവിടെ മനസ്സിൽ മന്നതയുള്ളത് കൊണ്ട് വസ്ത്രമില്ലാത്തവരുടെ അവസ്ഥയെ ചിന്തിക്കാൻ നമ്മളെ കൊണ്ട് കഴിവില്ല. നമ്മളിവിടെ നഗ്നത ചിന്തിക്കും. പക്ഷെ അവർക്ക് വസ്ത്രം ആവശ്യമില്ല, പക്ഷെ നാണമില്ല. ആ ഒരു അവസ്ഥ ഇന്നത്തെ മനുഷ്യർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. ദൈവ തേജസ് പൊതിഞ്ഞു നിൽക്കുന്ന അവസ്ഥ. പാപം ചെയ്തപ്പോൾ അത് നഷ്ടപ്പെട്ടു. റോമർ 3:23. ഈ പാപജീവിതത്തെ തുടരുന്ന ഒരാളെ സംബന്ധിച്ച് ആ വ്യക്തിക്ക് ഒരിക്കലും ദൈവിക സ്വഭാവം ജീവിക്കാൻ പറ്റില്ല. ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകാനാണ് നമ്മളെ വിളിച്ചത്. സച്ചിനെ പോലെ, മമ്മൂട്ടിയെ പോലെ, അമിതാഭ് ബച്ചനെ പോലെ അനുരൂപനാകാനല്ല, ദൈവത്തിന് അനുരൂപരാകണം. പലരുടെ വീട്ടിലെ മുറിക്കകത്ത് ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ളവരുടെ പടമാണ്. രാവിലെ അവരെ കൊണ്ടാണ് ഉറങ്ങുന്നത്, എഴുന്നേക്കുന്ന ഉറങ്ങുന്നത്. ജീവിത മാതൃക അവരാണ്. ഒരു പ്രഭാതത്തിൽ ഒരു ചില്ല് കൊട്ടാരം പോലെ തകർന്ന് താഴെ വീഴും. അന്നേരം എന്ത് ചെയ്യും? തൻ്റെ വിഗ്രഹം വീണുടഞ്ഞതുപോലെ ആകില്ലേ? പാപത്തിൽ തുടരുന്നൊരു വ്യക്തിക്ക് ദൈവിക സ്വഭാവം, നമ്മുടെ ഉള്ളിലുള്ള ദൈവഛായ, നാം മനുഷ്യദൈവം സൃഷ്ടിച്ചത് ആരുടെ ഛായയിലാണ്? ദൈവഛായ, ദൈവസാദൃശ്യം. അത് നമ്മളിൽ നിന്ന് ചുരണ്ടി മാറ്റിയിട്ട് പിശാചിൻ്റെ ഛായയും സാദൃശ്യവും നമ്മിൽ തരാനാണ് അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പാപത്തിൽ തുടരുന്ന ഒരാൾ, ആ വ്യക്തിക്ക് ദൈവ സ്വഭാവം ഉണ്ടാകില്ല. ദൈവമില്ല, ആ ജീവിതം യോഗ്യവുമല്ല. നമ്മളേരത്തെ പറഞ്ഞ പോലെ ഒരു ആത്മീയ നേതൃത്വത്തിലിരിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു അപ്പനാകട്ടെ അല്ലെങ്കിൽ അമ്മയാകട്ടെ, ആത്മീകമായ ലീഡർഷിപ്പിലിരിക്കുന്ന ഒരാൾ, ആ വ്യക്തി തൻ്റെ മകളോടോ മകനോടോ സ്നേഹത്തോടെ, ഇപ്പോൾ ഏലിയാവിൻ്റെയൊക്കെ ഉദാഹരണം നമുക്കറിയാം, ശമൂവേലിൻ്റെ ഉദാഹരണം പറയും, സ്നേഹത്തോടെ തൻ്റെ മക്കളെ നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും മക്കളതൊന്നും കേൾക്കാതെ ഇറങ്ങിപ്പോവുകയാണ്. വിവേകശൂന്യമായി, മുടിയനായ പുത്രന് ഓർമ്മ വരും, വിവേകശൂന്യമായി പ്രവർത്തിക്കുകയാണ്. ആ മകനോ മകളോ തൻ്റെ അമ്മയ്ക്കോ അപ്പനോ യോഗ്യമായിട്ടല്ല ജീവിക്കുന്നു. ഈ ലോകത്തിൻ്റെ ചുറ്റുപാടിൽ തൻ്റെ അപ്പനോ അമ്മയ്ക്കോ യോഗ്യമായിട്ടല്ല. അപ്പൻ വളരെ ഭക്തനാണ്, അമ്മ വളരെ പ്രാർത്ഥനാ ജീവിതമുള്ള വ്യക്തിയാണ്, ദൈവത്തിൻ്റെ കാര്യങ്ങൾ വചനം എപ്പോഴും വായിക്കുകയും പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആളാണ്. പക്ഷെ തൻ്റെ മകൻ ദൈവത്തെ മാനിക്കാത്ത ഒരാളാണ്. ചില വാക്ക് നമ്മൾ ഒരു ദിവസം പഠിക്കും ജ്ഞാനത്തെക്കുറിച്ച്. അമ്മയ്ക്ക് നാണക്കേടാണ്, അപ്പൻ്റെ അസ്ഥികൾക്ക് ദ്രവത്വമാണ്, അവർക്ക് ഉള്ളിൽ വേദന കൊടുക്കുന്ന ജീവിതമാണ്. ആ മക്കൾക്കും അത് മകനായാലും മകളായാലും ഭാവിയില്ല. അവരെ ജനിപ്പിച്ച അപ്പനും അമ്മയ്ക്ക് വേദനയാകുമ്പോൾ, ഇപ്പം ദൈവഭക്തനായ പിതാവിന് യോഗ്യമായിട്ടല്ല ജീവിക്കുന്നത്. ഇത് നേരെ ദൈവമായിട്ട് ബന്ധപ്പെടുത്തി നോക്കും. ദൈവത്തിൽ നമ്മെ സന്തോഷത്തോടെ ദൈവമക്കൾ എന്ന് വിളിക്കാൻ കഴിയുന്ന വിധത്തിൽ ഓരോ ദൈവ പൈതലും ജീവിക്കണം. അതാണ് 1 യോഹന്നാൻ 3:1. കാൺമീൻ, നാം ദൈവമക്കളാണ്. പിതാവ് നമ്മളെ എത്ര വലുതായിട്ടാണ്, ദൈവത്തിൻ്റെ മക്കൾ. നമ്മൾ നോക്കി, ഓ മൈ ചൈൽഡ്. കൊച്ചുകുട്ടികളായിരിക്കുന്ന സമയത്ത് ഓടി വരുമ്പോൾ, ഓ മൈ ഗ്രാൻഡ് ചൈൽഡ്.
ഈ കല്യാണം കഴിഞ്ഞ് കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ എൻ്റെ കുഞ്ഞ്, ഇത് ദൈവം എന്ന പിതാവിനെയാണ് ദൈവം കാണിച്ചു തന്നത്. നിങ്ങൾ എൻ്റെ മക്കളാണ്. കൊരിന്ത്യർക്കെതിരെ 2-ാം ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങളിൽ, 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങളിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്. ഇവിടെ വേർപെട്ടിരിക്കാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ അവരോട് പറഞ്ഞു, അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പിരുന്ന് കർത്താവ് അരുളി ചെയ്യുന്നു, അശുദ്ധമായൊന്നും തുടരുത്. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും. അശുദ്ധമായതൊന്നും തൊടാതെ അവിടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരുന്നാൽ നിങ്ങൾക്ക് എന്നെ അപ്പാ എന്ന് വിളിക്കും. ഞാൻ നിങ്ങളെ മക്കളെ, മോളെ, മോനെ എന്ന് വിളിക്കും. ദൈവം വിളിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതായ മക്കൾ കുടുംബത്തിന് അപമാനം വരുത്തി ജീവിക്കുമ്പോൾ അവരെ നോക്കി അപ്പനും അമ്മയും മോളെ മോനെന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ സന്തോഷമില്ല. ദൈവം നമ്മളെ നോക്കി മോനെ, മകളെ എന്ന് വിളിക്കും. നമ്മൾ വാക്കുകളല്ല, ജീവിതത്തിൽ ദൈവം എന്നെ നോക്കി, നിങ്ങളെ നോക്കി മകനെ, മകളെ എന്ന് വിളിക്കാൻ തക്കവണ്ണമുള്ള ഒരു ജീവിത സാക്ഷ്യം നമുക്കുണ്ടോ? ദൈവമക്കളുടെ ജീവിതം, പെരുമാറ്റം, ഇടപെടൽ, വാക്കുകൾ, വസ്ത്രധാരണം, ഇതെല്ലാം മറ്റുള്ളവർ കണ്ടിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടവരണം. മത്തായി 5:16 ഗിരിപ്രഭാഷണത്തിൽ ആരംഭത്തിൽ തന്നെ കർത്താവ് അത് പറഞ്ഞു. ആരംഭത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം അവരോട് പറഞ്ഞത് അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കാണും. മനുഷ്യർ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. ബാക്കി ആരെ ശ്രദ്ധിച്ചില്ലെങ്കിലും പ്രാർത്ഥനക്കാരെന്ന് പറയുന്നവരെ, കർത്താവിൻ്റെ സഭയിലുള്ളവരെ, ദൈവമക്കളായിട്ടുള്ളവരെ സാത്താൻ മനഃപൂർവ്വമായി വഴിതോളം ആളെ നിർത്തിക്കൊണ്ട് അവരെ നോക്ക് ശ്രദ്ധിപ്പിക്കും. ഏത് കുടുംബത്തിലെ കുട്ടിയാണത്? മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചമുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. അത് മറച്ചു വയ്ക്കാൻ പറ്റില്ല. മറ്റുള്ളവർ കാണണം, ഓ ആ കുട്ടി എത്ര നല്ല കുട്ടിയാണ്, ആ പയ്യൻ എത്ര നല്ല പയ്യനാണ്. അവിടെ ദൈവത്തിൻ്റെ മഹത്വമാണ്. ഇതല്ലേ നമ്മുടെ ഭൂമിയിൽ ജോലി. നമ്മളിതിൽ പന്തം പിടിച്ചുകൊണ്ടിരിക്കാനല്ല മഹത്വം, ദൈവത്തിൻ്റെ മഹത്വം. ഇവിടെ ജീവിതത്തിലൂടെ ദൈവത്തിന് മഹത്വം കിട്ടും. അതാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാം. ഇത് ആർക്കെങ്കിലും പ്രയോജനപ്പെട്ടാൽ നന്നായിരിക്കും. അപ്പം അപ്രകാരം അല്ലാതെ ജീവിക്കുന്നതിനെ കുറിച്ചുള്ള വാക്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പോൾ നമ്മൾ കണ്ടു, ദൈവമക്കളുടെ ജീവിതം അത് പെരുമാറ്റമാകാം, ഇടപെടലാകാം, വാക്കുകളാകാം, വസ്ത്രധാരണ രീതിയാകാം. മറ്റുള്ളവർ കാണുമ്പോൾ അവർ ദൈവമക്കളാണ്. അവരെ തന്നെ പ്രദർശിപ്പിക്കാനല്ല, ഒരു ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തിന് മഹത്വം കിട്ടട്ടെ. ഇന്നത്തെ നശിച്ച നാറിയ വൃത്തികെട്ട ലോകത്തിൻ്റെ നടുവിൽ എങ്ങനെ ജീവിക്കണമെന്ന് അവർ കാണിച്ചു തരുന്നു. ദൈവം മഹത്വപ്പെടട്ടെ. ആരെങ്കിലും അറിയാതെ പറയും, ദൈവം മഹത്വപ്പെടട്ടെ. അങ്ങനെ ഒരാളെ കൊണ്ട് പറയാൻ നമുക്ക് സാധിച്ചാൽ നിന്റെ ജീവിതം ധന്യമായ ദൈവം പറയും. അതിൽ പകരമുണ്ട്. അപ്രകാരം അല്ലാതെ ജീവിക്കുന്നവർ, റോമർ 2:24, നിങ്ങൾ നിമിത്തം ദൈവത്തിൻ്റെ നാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നുവെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നമ്മൾ നിമിത്തം ദൈവത്തിൻ്റെ നാമം പുറജാതികൾ ലോകത്തിൽ, അവിശ്വാസികളുടെ ലോകത്തിൽ, ദൈവമക്കളെന്ന് പറയുന്ന, വെളിച്ചമെന്ന് പറയുന്നവരിൽ കാണുന്ന കൂരിരുട്ട്, വാ തുറന്നാൽ കൂരിരുട്ട്, ഇടപാടുകളിൽ കൂരിരുട്ട്, എല്ലാത്തിലും ഇരുട്ടും അന്ധകാരവും. അപ്പോൾ നിങ്ങൾ നിമിത്തം ദൈവത്തിൻ്റെ നാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നുവെന്ന് എഴുതിയിരിക്കുന്ന റോമർ 2:24. ആ ജീവിതം സ്വർഗസ്വനായ പിതാവിന് ഇഷ്ടമല്ല. ആ മകനെ അപ്പന് ഇഷ്ടമല്ല. കാരണം അപ്പന് നാണക്കേടാണ്. ബലഹീനതകളെക്കുറിച്ചല്ല ഈ പറയുന്നത്, രോഗത്തെക്കുറിച്ചല്ല ഈ പറയുന്നത്. ഏലിക്കത് മനസ്സിലാവും, ശമൂവേലിന് മനസ്സിലാവും. അങ്ങനെയുള്ള മനുഷ്യർ എവിടെയും ഉണ്ടാകും. പ്രാർത്ഥിക്കാൻ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ മക്കളാണ്. ഇത് ആത്മീയമായിട്ട് മാത്രമേ നീ കണ്ടാൽ മതി. നമ്മൾ മക്കളാണ്. അപ്പം നമ്മളെ കണ്ടിട്ട് സന്തോഷിക്കുകയാണ്. ഇതാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്. നമ്മൾ എത്ര പേർക്ക് ഈ വിധം പ്രാർത്ഥിച്ചിട്ടുണ്ട്? ഈ പ്രാർത്ഥന വിഷയം എത്ര പേർക്ക് കുറിച്ചുണ്ട് നമുക്ക്? നമ്മൾ ഒരാളെ കണ്ടാൽ അവരോട് പ്രശ്നം, അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം, പ്രശ്നം പ്രശ്നം പ്രശ്നം. നന്മ കാണാനുള്ള കഴിവ് നമുക്കില്ല. അതെന്താ ഇല്ലാതെ പോയേ? ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. ദൈവങ്ങളെ നമ്മൾ സമർപ്പിക്കാം. ചേർത്തും മൈക്കളും ചുരുക്കമായി പ്രാർത്ഥിക്കാം.